ഇത് ഈ കാണുന്ന ഈ വൈറ്റ് സംഭവമില്ലേ, ഇതിൻ്റെ അകത്താണ് എല്ലാവരും താമസിക്കുന്നത്. കപ്പൽ ഇതിന് അക്കോമഡേഷൻ എന്നാണ് പറയണത്. ഇതാണ് ഈ കപ്പലിൻ്റെ റൂം. ഈ തൂക്കിയിട്ടേക്കുന്നത് ഈ മതിൽ ഒട്ടിച്ചേക്കണൊന്നും ഞാനല്ല ഇട്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റിലീവ് ചെയ്തവൻ ഒരു തമിഴനായിരുന്നു, അവൻ്റെ പരിപാടിയാണ് ഇതെല്ലാം. ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് പൂജാമുറി പോലെ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നിന്നാണ് നമുക്ക് എ സി വന്നത്. അത്യാവശ്യം വലിയൊരു ടേബിളാണ് കേട്ടോ എനിക്ക് ഈ കപ്പൽ കിട്ടിയേക്കണം. വേറെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുകളും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കണം. പിന്നെ ഇവിടെ ഒരു 3 ഡ്രോവർ ഉണ്ട്. ഇതിൽ അത്യാവശ്യം ഈ മരുന്നും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യം മണ്ണിണെങ്കിൽ ഉപയോഗിക്കാനായിട്ടുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത്യാവശ്യം ഒരു 2 പേർക്ക് കിടക്കാൻ പറ്റിയൊരു ബെഡാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല ഈ ബ്ലാങ്കറ്റും എല്ലാം കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, നാട്ടിലൊരു ഫീൽ കിട്ടാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ഇടയിൽ 2 ഡ്രോവർ ഉണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ അലമാര പോലെ ഉണ്ട്, അതിലാണ് ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി വെച്ചേക്കുന്നത്. പിന്നെ റൂമിൽ ചെറിയൊരു ഫ്രിഡ്ജും കൂടി ഉണ്ട്, നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വെക്കാനായിട്ട്. അത് മാത്രമല്ല ചെറിയൊരു ബാത്റൂമും ഉണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ക്യാബിനുകളാണ്, റൂമുകളാണ്, എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം.